നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 25-ാം തീയതി പുണർദം നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ധാരാളം യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലൊരു മംഗളകർമ്മത്തിനും യോഗമുള്ളൊരു ദിവസമാണ്. ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ദിവസം തന്നെയാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പിതൃധനം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വസ്തു സംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. നിയമകാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. നേരത്തെ കിട്ടേണ്ടിയിരുന്ന പണമൊക്കെ ഇപ്പോൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇടവൻ രാശി കാർത്തിക, മുക്കാലി, രോഹിണി, മകീരമര. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞ കാലമാണ്. ഇന്നത്തെ ദിവസം കൂടുതൽ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ കരുതലോടെ ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുതിയ സംരംഭങ്ങൾക്കൊന്നും ഇപ്പോൾ സമയം അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം മറ്റൊരു ശുഭകരമായിട്ടുള്ള കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. സഹോദര സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ സമാധാനക്കേട്, മനസമാധാന കുറവെല്ലാം അനുഭവപ്പെടാൻ ഇടയുള്ള ഒരു കാലമാണ്. മക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. മിഥുനരാശി മകീരര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കൊക്കെ അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനുള്ള സാധ്യതയൊക്കെ തെളിയുന്നതാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളും ഗുണകരമായിട്ട് മാറുന്ന ഒരു കാലമാണ്. ഈശ്വരാധീനം ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. പൂർവിക സ്വത്ത് എല്ലാം കൈവശം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ടും വലിയ നേട്ടങ്ങളുണ്ടാവും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും അവരെ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനും ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സമോ താമസമോ ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് വരുന്നൊരു സമയമാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ലാഭകരമായിരിക്കും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നടക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. പൊതുവെ ദൈവാധീനമുള്ളൊരു സമയമാണ്. ജോലിഭാരം വർദ്ധിക്കാൻ എന്നാൽ സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ യാത്രകളും ഗുണകരമായി മാറും. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല്. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചെറിയ യാത്രകൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. ചിലവുകളെല്ലാം വർദ്ധിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് അത്തരം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതേസമയം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജോലി ഭാരം വർദ്ധിക്കാനും ആ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുമായി ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. കന്നിരാശി ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്തെല്ലാം കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. പണമിടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ പൊതുവെ ദൈവാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാനും ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരാനും പല കാര്യങ്ങളിലും തീരുമാനം നീണ്ടുപോകാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പല രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും, വിജയിപ്പിക്കാൻ സാധിക്കും.
പണം ഉണ്ടാക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനും അത്തരം ആലോചനകളിൽ തീരുമാനമുണ്ടാകാനും ഇന്നത്തെ ദിവസം ഉത്തമമാണ്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് സഹോദരനുമായി ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ജോലി തേടുന്നവർക്ക് നിയമന ഉത്തരവെല്ലാം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാനും യോഗമുള്ളൊരു സമയമാണ്. ഈശ്വരാധീനം ഏറ്റവും അധികം ഉള്ള ഒരു കാലമായതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ചെറിയ ചെറിയ ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടും ത്വക്ക് രോഗങ്ങൾക്കും എല്ലാം സാധ്യതയുള്ളൊരു സമയമാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയോടുകൂടി കഴിക്കാനായിട്ട് നോക്കുക. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. അവിചാരിതമായ വലിയ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള സാധ്യതയൊക്കെ ഇന്ന് തെളിയുന്നതാണ്. വിദേശത്തു നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ പലതും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കാത്തിരുന്ന പല കാര്യങ്ങളും ഇങ്ങോട്ട് വന്ന് ചേരാനുള്ള സാധ്യതയൊക്കെ ഉള്ളൊരു സമയമാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാനുള്ള യോഗം ഒക്കെ കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ വളരെ മയപ്പെടുത്തി സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും ഇടപെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യസ്ഥിതിയെല്ലാം തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള സമയമാണിപ്പോൾ നടക്കുന്നതെങ്കിലും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പല കാര്യങ്ങൾക്കും തടസ്സവും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരാനും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കുകയോ വായ്പകൾ കൊടുക്കുകയോ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുതിയ ഒരു കാര്യവും ഇന്ന് തുടങ്ങാതിരിക്കുക. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒറ്റക്കുള്ള രാത്രികാല യാത്രകളും അപകടം പിടിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കങ്ങളും കലഹങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള ശ്രമവും ഉണ്ടായിരിക്കേണ്ടതാണ്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. കമിതാക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. അവിവാഹിതരുടെ വിവാഹകാര്യം തീരുമാനിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതെല്ലാം വിജയിക്കുന്നതാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നൊരു ദിവസമാണ്. വ്യാഴം 4 സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാലമാണ്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കുകയും ചെയ്യുന്നതാണ്. കുംഭരാശി അവിട്ടാര, ചതയം, പൂറ്റാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ടെൻഷനും മനക്ലേശവും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത തർക്കങ്ങളിലും കലഹങ്ങളിലും ഇടപെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ പരിചരണത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ട സമയം തന്നെയാണ്. ചിലവുകളെല്ലാം വർദ്ധിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകളും നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണമിടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യാത്രാവേളയിൽ ആവശ്യമില്ലാത്ത പണവും മറ്റു വിലപിടിച്ച വസ്തുക്കളും കൈവശം വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. യാത്രാവേളയിൽ അത്തരം സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു കാലമായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതും നല്ലതാണ്. മീനൻ രാശി പൂറ്റാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും മക്കളെ കൊണ്ടുള്ള അഭിമാനിക്കാവുന്ന അവസരങ്ങളും സന്തോഷിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായം കൊണ്ട് തന്നെ ചില നേട്ടങ്ങൾ കൈവരിക്കാനും പരിചയക്കാരെ കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനും എല്ലാം യോഗം കാണുന്നുണ്ട്. എന്നാൽ പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. അത്തരം പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്താൻ സാധിക്കുന്നൊരു കാലമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാനും പരീക്ഷയിൽ
ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാനും ഉപരിപഠനത്തിനുള്ള സാധ്യതയൊക്കെ തെളിയുന്ന ഒരു കാലമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റവും ദൈവാധീനമുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.